ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുബാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ പവിത്രം പരമ്പരയുടെ ഇനി ഒരു അപ്കമിങ് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള ഒരു അപ്കമിങ് പ്രൊമോയാണ് ഞാൻ ഇന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമുക്ക് പവിത്രം പരമ്പരയുടെ ഒരു അപ്കമിങ് വിശേഷം കേൾക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ വേദ അല്ലേ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ഡൽഹിയിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് എത്തുകയാണ്. അത് എത്തുന്നത് ഒറ്റയ്ക്കായിട്ടല്ല, ശക്തമായിട്ട് ഈ പ്രതിസന്ധി നേരിടാൻ കണക്കാക്കി തന്നെയാണ് നമ്മുടെ വേദ വന്നിക്കുന്നത്. ACP വരുണും അമ്മയും ആ കുഞ്ഞുമായിട്ട്, രാധികയുടെ കുഞ്ഞുമായിട്ട് അവരോടൊപ്പമാണ് നമ്മുടെ വേദ വന്നിക്കുന്നത് കേട്ടോ. അപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അപ്പം ഇനി ഇങ്ങനെ അകത്ത് കയറി ഇരുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നുള്ളത് നമ്മുടെ വേദയ്ക്ക് മനസ്സിലാവുകയാണ്. കാരണം ഓരോ ദിവസങ്ങൾ ചെല്ലും തോറും ശ്രീകാന്ത് പല രീതിയിലും പല പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. വിക്രമിനെ ജയിലിൽ വെച്ചിട്ടാണെങ്കിലും കൊല്ലാനുള്ള പല പദ്ധതികളും. അപ്പോൾ എന്തായാലും ഇത് നേരിടാൻ തന്നെ നമ്മുടെ വേദ തയ്യാറാവുകയാണ്. അതിന് വേണ്ടുന്ന ഫുൾ സപ്പോർട്ട് നമ്മുടെ ACP വരുൺ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ ഒരു വർഷത്തിന് ശേഷം നമ്മുടെ ശ്രീകാന്തിനെ വിളിക്കുകയാണ്. അപ്പം ശ്രീകാന്ത് ജസ്റ്റ് ഇരിക്കുന്ന സമയത്ത് ഒരു അപരിചിതമായ ഒരു നമ്പർ കോള് വരുന്നുണ്ട്. ആ കോള് ശ്രീകാന്ത് എടുക്കുമ്പോൾ തിരിച്ച് ഹലോ, ഞാൻ വേദ ശങ്കരനാരായണൻ എന്ന് പറയുന്നത്. ശ്രീകാന്ത് അങ്ങ് ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം കൊല്ലാനായിട്ട് ഡൽഹി മുഴുവൻ അരിച്ചു പിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ലാസ്റ്റായിട്ട് ഡൽഹിയിൽ ശ്രേയയുടെ അടുത്ത് ഇവർ ചെല്ലുന്നുണ്ട്, ഈ ശ്രീകാന്തിൻ്റെ ഗുണ്ടകളെ ശ്രേയയെ കണ്ടുപിടിക്കാനെന്ന രീതിയിൽ. പക്ഷെ അപ്പോഴേക്കും ശ്രേയ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ശ്രേയയെ കണ്ടെത്താനായിട്ടായില്ല. അപ്പം ഹോസ്പിറ്റലുകളും മറ്റും ഒക്കെ അരിച്ചു പിറക്കിയിട്ടും വേദയെ കിട്ടിയില്ല. ആ അവസരത്തിലാണ് വേദ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ശ്രീകാന്തിനെ ഒരു കൊല്ലത്തിന് ശേഷം വിളിക്കുന്നത്. ഞാൻ വേദ ശങ്കരനാരായണൻ, അതെ ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം ശ്രീകാന്ത് ഒന്ന് ഞെട്ടിത്തെറിച്ചായിരുന്നു. എങ്കിലും ശ്രീകാന്ത് ചോദിച്ചു, നിനക്ക് എത്ര ധൈര്യം ഇരിക്കുന്നുണ്ട് എന്നെ വിളിക്കാൻ? അതെ, എനിക്ക് ധൈര്യത്തിന് യാതൊരു കുഴപ്പമില്ല. അതെ, ഞാൻ നിങ്ങളോട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് വേദ പറയുന്നുണ്ട്. അതെ, എനിക്ക് നിങ്ങളെ നേരിട്ട് കാണണം. വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് ഗുണ്ടകളെ കൂടെ കൂട്ടിക്കോ. നിനക്ക് ഇത്രയും അഹങ്കാരം എവിടെ നിന്നാണ് വന്നത്? ഈ ശ്രീകാന്തിനെ വെല്ലുവിളിക്കാൻ മാത്രം നീ ആയോടി? വെറും പെണ്ണാടി നീ, പെണ്ണ്. നിന്നെയും നിൻ്റെ മകളെയും ഈ ഭൂമിയിൽ ഞാൻ നിന്നെ വെച്ചേക്കില്ല. പിന്നെ ആ ജയിലിൽ കിടക്കുന്നവനുണ്ടല്ലോ നിൻ്റെ വിക്രം, അവൻ തീരാൻ പോവാ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ വെല്ലുവിളിയോടെ പറയണേ. അപ്പം വേദ വിട്ടുകൊടുക്കുന്നില്ല. അതെ, നിൻ്റെ കൈകളിൽ ചങ്ങല അതായത് നിന്നെ ഇരുമ്പഴിക്കുള്ളിലിട്ടിട്ടേ വേദ ശങ്കരനാരായണൻ ഇനി ഉറങ്ങത്തുള്ളൂ. നിനക്ക് അതിന് വേണ്ടുന്ന എല്ലാ കെണികളും ഞാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് നിങ്ങളെ നേരിട്ടൊന്ന് കാണണം എന്ന് വേദ പറയണേ. നിങ്ങൾ പറഞ്ഞു ഏത് സ്ഥലത്താണ് വരേണ്ടതെന്നുള്ളത് പറയാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ഒരു നിമിഷം പതറി ഇങ്ങനെ നിൽക്കാൻ കേട്ടോ. അതെ, ഈ ഒരു കൂടിക്കാഴ്ച ഞാൻ കണ്ടതിന് ശേഷം ഒരു കൂടിക്കാഴ്ചയും കൂടെ ഞാനും നിങ്ങളും തമ്മിലുണ്ടാവും. കാരണം നിങ്ങളെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു ദിവസം അത് അധികം താമസിക്കില്ല, ഈ അടുത്ത് തന്നെ ഉണ്ടാകും എന്ന് പറഞ്ഞ് വേദ ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ ശ്രീകാന്ത് പറയുന്ന സ്ഥലത്താണ് വേദ വരാൻ പോകുന്നത് കേട്ടോ. ശ്രീകാന്തിന് വലിയൊരു പകർച്ച, അതായത് അവൾ എൻ്റെ തൊട്ടടുത്ത് തന്നെ എത്തി എന്നുള്ളതാണ് വേദ ഫോണിലൂടെ പറഞ്ഞിരിക്കണത്. ശ്രീകാന്ത് ആ നിമിഷം തന്നെ നമ്മുടെ ദർശനെ വിളിക്കുന്നുണ്ട്. ദർശനെ വിളിച്ചിട്ട് ഇങ്ങനെ വേദ വിളിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇന്ന സ്ഥലത്ത് വെച്ച് മീറ്റ് ചെയ്യാൻ പോവുകയാണെന്നും പറയുന്നു. അപ്പം ദർശൻ ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തിൻ്റെ ഇപ്പോൾ എവിടെയാണ്? ഞാനും അങ്ങോട്ട് വരാം. അങ്ങനെ ദർശനും ശ്രീകാന്തിൻ്റെ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും വെയിറ്റ് ചെയ്ത് നിന്ന സമയത്ത് ഒരു കാറ് വരെയാണ്. അപ്പം ദർശന് നോക്കുമ്പോൾ അത് ആ ACPയുടെ കാറാണ്. അപ്പം ശ്രീകാന്തിൻ്റെ മുഖത്ത് വല്ലാത്തൊരു പരിഭവവും പേടിയൊക്കെ വരുന്നുണ്ട്. കാരണം ഇവൾക്ക് ഈ ACPയുടെ സപ്പോർട്ടാണോ ഉള്ളത്? അപ്പോൾ വിക്രമിൻ്റെ സംരക്ഷണയിൽ ഇയാൾക്ക് നല്ല പങ്കുണ്ടാകും എന്നൊക്കെയുള്ള ചിന്ത ശ്രീകാന്തിൻ്റെ ഉള്ളിൽ വരെയാണ്. അങ്ങനെ ആ കാറ് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ വേദ ഇറങ്ങി വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ACP വരുൺ സാറും ഒപ്പമുണ്ട് കേട്ടോ. ശ്രീകാന്തിൻ്റെ കണ്ണുകളൊന്ന് ഞെട്ടിത്തെറിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തെത്തി കഴിയുമ്പോൾ ശ്രീകാന്ത് ചോദിച്ചു,
ഓഹോ, നിനക്ക് ഇപ്പോൾ സംരക്ഷകനായിട്ട് ഈ സാറാണോ ഇപ്പോൾ ഉള്ളതെന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഈ സാറ് തന്നെ. നിങ്ങളെക്കുറിച്ചിട്ടുള്ള എല്ലാ കള്ളത്തരങ്ങളും ഞാൻ ഈ സാറിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാർ ഓരോന്നും കണ്ടുപിടിച്ച് തെളിയിച്ചും കൊണ്ടുവരിക തന്നെയാണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേദ വെല്ലുവിളികൾ നടത്തുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശ്രീകാന്തിന് തിരിച്ച് വേദയെ വെല്ലുവിളിക്കാൻ പറ്റുന്നില്ല. കാരണം ACP നിൽക്കുകയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് വേദ നല്ല രീതിയിൽ, അതെ, നിങ്ങൾ പേടിച്ചിട്ട് വേദ ഇവിടെ നിന്ന് പോയതല്ല, എൻ്റെ കുഞ്ഞിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി തന്നെ ഞാൻ ഡൽഹിയിലോട്ട് പോയത്. അതിനേക്കാൾ ഇരട്ടി ധൈര്യത്തോടു കൂടെ തന്നെയാണ് ഞാനിപ്പോൾ തിരിച്ച് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത്. നിങ്ങൾ കൗണ്ട് ചെയ്തിരുന്നുള്ളൂ, നിങ്ങളുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട്. എന്നിട്ട് വേദ പറയുന്നുണ്ട്, ദർശൻ, നിങ്ങളെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ മനുഷ്യൻ്റെ കൂടെ നിങ്ങളും കൂടി ഈ ഒരു രീതിയിലോട്ട് നിങ്ങൾ ചിന്തിച്ച് തുടങ്ങിയത് നിങ്ങൾ എന്ത് സത്യം അറിഞ്ഞിട്ടാണ്? നിങ്ങളുടെ അച്ഛൻ്റെ മരണത്തിൻ്റെ ഉത്തരവാദിത്വം മൊത്തം നിങ്ങൾ ഇയാൾ പറഞ്ഞത് കേട്ട് നിങ്ങൾ വിക്രമിൽ വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ അതല്ല സത്യം എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരും. വരുണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പുളിക്കൻ്റെ ഒക്കെ കൊലപാതകത്തിൻ്റെ പിന്നിൽ ആരാണ് എന്നുള്ളത് എല്ലാ തെളിവുകളോടും കൂടെ തന്നെ ഞാൻ കോടതിയിൽ നിരത്തും എന്നൊക്കെ വേദ പറയുന്നുണ്ട് കേട്ടോ. ശ്രീകാന്ത് ഒന്നും തിരിച്ച് റിയാക്ട് ചെയ്യാൻ പറ്റാത്ത ACP ഉള്ളതുകൊണ്ടാണ്. അതിനുശേഷം വരുൺ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, അതെ, നിന്നെക്കുറിച്ച് ഞാൻ നന്നായിട്ട് തിരക്കിയിട്ടുണ്ട്. നീ ഒരു രാവണനാണെന്നൊക്കെയാണ് കേട്ടത്. എന്തായാലും എൻ്റെ ലിസ്റ്റിൽ നീ ഉണ്ടിപ്പോൾ, എന്തായാലും കാണാം നമുക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നല്ലൊരു വെല്ലുവിളി വിളിച്ചിട്ട് തന്നെ വേദ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ വരുണും വേദി അവിടെ നിന്ന് പോവുകയാണ്. അവർ പോയി കഴിയുമ്പോഴത്തേക്ക് ദർശനും ശ്രീകാന്തും മുഖത്തോടും മുഖം നോക്കിയാണ്. കാരണം ഒരു പതർച്ച ശ്രീകാന്തിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ ദർശൻ പറയുന്നുണ്ട്, ശ്രീകാന്തേട്ടൻ പേടിക്കേണ്ട, നമുക്കിത് എങ്ങനെയാണെങ്കിലും നേരിടാം, നമുക്ക് നിയമപരമായിട്ട് പോവാന്നേ. ശ്രീകാന്ത് ഏട്ടൻ എന്തായി അവർ നിന്നപ്പോൾ എന്തെങ്കിലും ഒന്നും പറയാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേസമയം ദർശൻ അവർ നിന്നപ്പോൾ തന്നെ പറഞ്ഞു, സാർ എന്തറിഞ്ഞിട്ടാണ് സാർ പറയണത്? വിക്രമിനെ കോടതിയിൽ എല്ലാ തെളിവുകളോടും കൂടിയാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടേക്കുന്നത്. കാരണം ഈ കൊലപാതകത്തിൻ്റെ പിന്നിൽ അവനാണെന്നുള്ളത് എല്ലാ തെളിവുകളും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് ദർശൻ ഇവർ നിന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്ത് കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല. കാരണം ശ്രീകാന്ത് കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുന്നവനാണ്. അപ്പോൾ അവന് ഒന്നും പറയാനുള്ളൊരു വോയിസും ഇല്ല, പിന്നെ പേടിച്ച് പതറി നിൽക്കുന്ന ഒരു നിൽപ്പാണ്. അപ്പോൾ അവർ പോയ ശേഷമാണ് ദർശൻ പറയുന്നത്, ശ്രീകാന്തേട്ടൻ എന്തെങ്കിലും പറയാൻ പാടില്ലായിരുന്നു, ശ്രീകാന്തേട്ടൻ ടെൻഷൻ ആവണ്ട, നമുക്ക് നിയമപരമായിട്ട് തന്നെ നമുക്കെല്ലാം നേരിടാം എന്നിങ്ങനെ പറയണ. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ്, ഞാൻ പേടിച്ച് നിൽക്കുന്നതല്ല, എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആ വിക്രമിനെ എത്രയും പെട്ടെന്ന് കൊല്ലണം, അതിനുള്ള പോംവഴി കണ്ടെത്തണമെന്നിങ്ങനെ ശ്രീകാന്ത് ദർശനോട് പറയണ. എന്തായാലും നമുക്ക് എന്ത് വന്നാലും നേരിടാം ശ്രീകാന്തായിട്ടാണ് ദർശനം പറയുന്നത്, ഞാൻ ഒപ്പം തന്നെ ഉണ്ട് എന്ന് പറയണ. അങ്ങനെ നമ്മുടെ പിന്നെ ശ്രീകാന്ത് ഈ പരോളിലിറങ്ങിയ നമ്മുടെ ഗുണ്ട ബൈജു എന്ന് പേരുള്ള ഒരാൾ വഴിയാണ് ഈ ഗുണ്ടേനെ നമ്മുടെ ശ്രീകാന്ത് പരിചയപ്പെടുന്നത്. അങ്ങനെ അയാൾക്ക് പൈസയൊക്കെ കൊടുത്ത് പരോള് കഴിഞ്ഞ് അയാൾ ജയിലിലോട്ട് പോകുന്ന സമയം അവിടെ വെച്ച് വിക്രമിനെ കൊല്ലാനാണ് കൊട്ടേഷൻ കൊടുത്തേക്കുന്നത്. അങ്ങനെ ബൈജു പാത്തിരിക്കുകയാണ്. അങ്ങനെ വിക്രം ജയിലിൽ നിൽക്കുന്ന ആ സമയത്ത് എന്തോ ഒരു സിറ്റുവേഷൻ കറക്റ്റായിട്ട് ബൈജുവിന് കിട്ടുകയാണ്, അതായത് വിക്രമിനെ കൊല്ലാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടി കത്തിയൊക്കെ ആയിട്ട് കരുതിയാണ് ഈ ഗുണ്ട ബൈജു നിൽക്കുന്നത്. അങ്ങനെ വിക്രമിനെ പുറകിൽ നിന്ന് ആഞ്ഞു കുത്താനായിട്ട് വരുന്നതും നമ്മുടെ മറ്റേ ജയിലറുണ്ടല്ലോ ആൻഡ്രൂസിൻ്റെ കണ്ണിൽ കാണാൻ ആൻഡ്രൂസ് അപ്പം തന്നെ ഈ ബൈജുവിനെ, എടാ നീ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ച് നമ്മുടെ ബൈജുവിനെ പിടിക്കുക, ആ ഗുണ്ട ബൈജുവിന്, നീ എന്തിനാടാ വിക്രമിനെ കൊല്ലാൻ നോക്കിയത്? അപ്പോഴേക്കും വിക്രം ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം തന്നെ ഈ ജയിലിലിട്ട് കൊല്ലാനായിട്ടും പലരും ശ്രമിക്കുന്നുണ്ട്. വിക്രമിന് ഒരു നിമിഷം മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ പിന്നിലെല്ലാം മറ്റാരുമല്ല ശ്രീകാന്ത് തന്നെയാണ് എന്നെ കൊല്ലാനായിട്ട് വന്നത്. ആൻഡ്രൂസ് ഒരു പക്ഷേ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ വിക്രമിന് ആ ബൈജുവിൻ്റെ ആ കുത്ത് കിട്ടുകയും ചിലപ്പോൾ മരണപ്പെടാനൊക്കെ സാധ്യതയുണ്ടായിരുന്നു. അങ്ങനെ ബൈജുവിനെ പിടിച്ച് ബൈജുവിനെ കൊണ്ടുപോയി കുറേ ഇടിയൊക്കെ കൊടുത്ത് ആൻഡ്രൂസ് ചോദിക്കുന്നുണ്ട്, ആരാ
ആരാടാ നിൻ്റെ പിന്നിൽ, ഇതിൻ്റെ പിന്നിൽ ആരാടാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത് ചോദിച്ചുവെങ്കിലും അവൻ വ്യക്തമായിട്ട് ഒരു മറുപടിയും ബൈജു നമ്മുടെ ആൻഡ്രൂസിൻ്റെ അടുത്ത് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ACP വരുൺ നമ്മുടെ ജയിലിൽ വരുന്നുണ്ട്. അങ്ങനെ ജയിലിൽ വന്ന് ആൻഡ്രൂസിനെ കാണുകയാണ്. കണ്ടിട്ട് വിക്രമിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് നമ്മുടെ വരുൺ. അപ്പോൾ സാറ് ആരാണ് വിക്രമിൻ്റെ ആരെങ്കിലും പരിചയമുള്ള ആണോ എന്ന് ചോദിക്കുമ്പോൾ വരുൺ പറയും, എനിക്ക് വേദയെ പരിചയമുണ്ട്, അതുമായിട്ട് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില അന്വേഷണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വന്നതാണ് ഇവിടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രൂസ് വിക്രമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സാർ, അവൻ ഒരു വെറും പാവമാണ്, ചെയ്യാത്ത തെറ്റിനാണ് ഈ ശിക്ഷ അനുഭവിക്കുന്നത്. വേദയെ ശങ്കരനാരായണൻ സാറിൻ്റെ മകളായ വേദയെ വിവാഹം കഴിച്ചതും അങ്ങനെ അതിനെ തുടർന്നുള്ള എല്ലാ കഥകളും എനിക്ക് അവനെക്കുറിച്ച് അറിയാമെന്ന് ആൻഡ്രൂസ് വരുൺ സാറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം വരുണും പറയുന്നുണ്ട്, ഞാനും ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ആൻഡ്രൂസ് കഴിഞ്ഞ ദിവസം ഉണ്ടായ ആ ഒരു അതായത് ഗുണ്ട ബൈജു വിക്രമിനെ ആക്രമിച്ച ആ ഒരു കേസിനെ കുറിച്ച് പറയുന്നത്. അപ്പം ബൈജു അയാൾ ആരാണ് എന്നുള്ളതൊക്കെ നമ്മുടെ വരുൺ തിരക്കാണ്. ഒരു കാര്യം ചെയ്യാവോ, ഈ ഗുണ്ട ബൈജുവിനെ ഒന്ന് പുറത്തിറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം ജയിലിൽ വെച്ച് എന്തായാലും അവൻ സത്യം ചോദിച്ചാൽ പറയില്ല. അപ്പോൾ ആൻഡ്രൂസ് പറയുന്നുണ്ട്, സാർ അത് ചില കാര്യങ്ങളുണ്ട്, ഒന്നുകിൽ ഇവൻ ഈ പരോളിന് ഇറങ്ങിയ സമയത്ത് എന്തെങ്കിലും കൊലപാതകമോ അടിപിടി കേസോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള രീതിയിൽ നമുക്ക് ഇവനെ പുറത്തിറക്കാനോ എന്തെങ്കിലും വകുപ്പ് നോക്കാമായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു വഴി ആൻഡ്രൂസ് ഒരുക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗുണ്ട ബൈജുവിനെ പുറത്തിറക്കുന്നുണ്ട്. പുറത്തിറക്കുന്ന പാടെ തന്നെ നമ്മുടെ ACP വരുൺ ബൈജുവിനെ പൊക്കുന്നുണ്ട്. അങ്ങനെ ബൈജുവിനെ കൊണ്ടുപോയിട്ട് ഇടിച്ച് പരത്തിയെടുക്കുന്നുണ്ട്. അങ്ങനെ ബൈജു ഒടുവിൽ പറയുന്നുണ്ട്, വിക്രമിനെ എനിക്ക് കൊല്ലാനായിട്ട് ശ്രീകാന്ത് സാറാണ് കൊട്ടേഷൻ തന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിനെ തുടർന്ന് കുറേ ചോദ്യം ചെയ്ത് വരുമ്പോഴത്തേക്കാണ് തനിക്ക് ശ്രീകാന്തുമായിട്ട് എന്താ പരിചയം എന്നുള്ളത് ഈ ഗുണ്ട ബൈജു ചോദിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, സാർ, എനിക്ക് ഈ ശ്രീകാന്ത് സാറിനെ ആയിട്ട് അത്ര പരിചയമില്ല, പക്ഷേ ഇൻസ്പെക്ടർ സാബു സാറിനെ ആയിട്ട് പരിചയം, സാറിൻ്റെ കെയർ ഓഫിലാണ് ഈ ഒരു കൊട്ടേഷൻ ഞാൻ ഏറ്റെടുത്തതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വരുൺ ACP നേരെ ഇൻസ്പെക്ടർ സാബുവിനെ അന്വേഷിച്ച് പോവാണ്. സാബുവിന് ഇപ്പോൾ ജോലിയൊന്നുമില്ല, അയാളെ ആക്രമിച്ച് അയാളുടെ കാലിലും കൈ നടക്കാനൊന്നും ആവാണ്ട് അയാൾ കിടപ്പിലായിരുന്നു ഒരു കൊല്ലത്തോളം. അതിന് ശേഷമാണ് അയാൾ ഇപ്പോൾ ഇച്ചിരിയൊക്കെ നടന്നു തുടങ്ങിയത്. അങ്ങനെ വരുൺ അവിടെ എത്തി കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷേ സാബു വിട്ടൊന്നും പറയുന്നില്ല കേട്ടോ. അങ്ങനെ അതേ തുടർന്ന് ഈ വരുൺ നിൽക്കവേ തന്നെ സാബുവിന് നമ്മുടെ ശ്രീകാന്തിൻ്റെ ഒരു കോള് വരുന്നുണ്ട്. പക്ഷേ അത് എടുക്കാനും പറ്റില്ല, കാരണം വരുൺ നിൽക്കല്ലേ. അപ്പോൾ ആ ഒരു പരിങ്ങലും ഇതൊക്കെ കണ്ടപ്പോൾ വരുണിന് ഈ സാബുവിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ സാബു പുറത്തിറങ്ങുമ്പോൾ സാബുവിനെ പൊക്കാനായിട്ടുള്ള പദ്ധതി വരുൺ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരായ ജോസഫിനെയും മറ്റുള്ളവരെയൊക്കെ നമ്മുടെ വരുൺ പോയി കാണുന്നുണ്ട്. അതായത് വിക്രമിനെ കുറിച്ചുള്ള കുറച്ചും കൂടെ ഡീറ്റെയിൽസും കാര്യങ്ങളും. അതുമാത്രമല്ല ഈ പിന്നെ വരുണിൻ്റെയും അതുപോലെ പുളിക്കൻ്റെയും കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നുള്ളതൊക്കെ ഈ എവരുമായിട്ടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മുടെ ACP വരുൺ. അങ്ങനെ ജോസഫൊക്കെ പറയുന്നുണ്ട്, സാർ, ഇതിൻ്റെ പിന്നിൽ ഇപ്പോൾ ഞങ്ങൾക്കും ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഈ ഇൻസ്പെക്ടർ സാബുവിന് വിക്രമിനോട് ഭയങ്കര വൈരാഗ്യമുള്ളൊരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ഈ സാബു തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് നമുക്കിപ്പോൾ തോന്നുന്നുണ്ടെന്ന് ഈ വിക്രമിൻ്റെ സുഹൃത്തുക്കൾ നമ്മുടെ വരുണിൻ്റെ അടുത്ത് ACP വരുണിൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ. അതിനുശേഷം വരുൺ വീട്ടിൽ വന്ന് വേദയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യണം. അപ്പോൾ വേദയ്ക്ക് അപ്പോഴാണ് ഞെട്ടലോടെ വേദ മനസ്സിലാക്കുന്നത്, അത് ശരിയാണ് സാർ, കാര്യം ശ്രീകാന്തിനേക്കാളും കൂടുതൽ വൈരാഗ്യവും ദേഷ്യവും ഈ ഇൻസ്പെക്ടർ സാബുവിന് വിക്രമിനോട് ഉണ്ട് എന്നുള്ളത് പറയണം. അങ്ങനെ നമ്മുടെ വേദ തൻ്റെ അച്ഛനായ ശങ്കരനാരായണനുമായിട്ടൊക്കെ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം ഇനി എന്തായാലും ഒരു നിമിഷം പാഴാക്കാനായിട്ടില്ല, എത്രയും വേഗം വിക്രമിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങൾ നോക്കുകയും ഒപ്പം ശ്രീകാന്തിനെ അകത്താക്കുകയും വേണം. കാരണം ഈ വരുണിൻ്റെയും നമ്മുടെ പുളിക്കലിൻ്റെയും കൊലപാതകത്തിന് പിന്നിൽ ശ്രീകാന്തിൻ്റെ കൈകളാണ് എന്നുള്ളത് ഉറപ്പായ കാര്യമാണ് വേദയ്ക്ക്. അപ്പം വേദ അതിനു വേണ്ടിയിട്ടുള്ള പല പദ്ധതികളും ആസൂത്രണം ചെയ്യണം. അതിനോടൊപ്പം വരുണിൻ്റേതായ രീതിയിൽ എല്ലാ കാര്യങ്ങളും വിക്രമിനെ സംബന്ധിച്ച് വിക്രമിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ശ്രീകാന്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ പല രീതിയിൽ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഇൻസ്പെക്ടർ സാബുവിനെ നമ്മുടെ വരുൺ ACP പൊക്കുന്നുണ്ട്. അങ്ങനെ പൊക്കി അയാളെ ഇടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഇൻസ്പെക്ടർ
ഇൻസ്പെക്ടർ സാബ് പറയുന്നുണ്ട്, സാറേ എന്നെ വെറുതെ വിടണം, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ശ്രീകാന്തുമായിട്ട് അത്ര വലിയൊരു ബന്ധമൊന്നുമില്ല. കാര്യം വിക്രമുമായിട്ട് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. ഒരു കൊല്ലത്തോളം ഞാൻ എൻ്റെ കാല് തളർന്ന് ഒരു ജോലി നഷ്ടപ്പെട്ട് എല്ലാം ആ ഒരു അവശതയിൽ കഴിയുന്നവനാണ് ഞാൻ. ഈ അടുത്തായിട്ട് ശ്രീകാന്ത് എന്നെ വിളിക്കുകയും എനിക്ക് കുറച്ച് പണം തരികയും വിക്രമിനെ ജയിലിനകത്ത് വെച്ച് കൊല്ലാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്ത് തരണമെന്നും പറഞ്ഞു. അങ്ങനെ ഇൻസ്പെക്ടർ സാബു ൻ്റെ കെയർ ഓഫിലാണ് നമ്മുടെ ഗുണ്ട ബൈജുവിനെ ഏർപ്പാട് ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇൻസ്പെക്ടർ സാബുവിൻ്റെ അടുത്ത് നമ്മുടെ വരുൺ ചോദിക്കുന്നുണ്ട്, ഈ MLA വാസവൻ്റെ മകനായ വരുണിനെയും പുളിക്കിനെയും കൊന്നതിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യിൽ അന്ന് കേസ് അന്ന് ഇൻസ്പെക്ടറായി നിങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ഈ കൊലപാതകങ്ങൾ നടന്നത്, FIR എഴുതി തയ്യാറാക്കിയത് നിങ്ങളല്ലേ എന്ന് വരുൺ ചോദിക്കുമ്പോൾ സാബു പറയുന്നുണ്ട്, അതെ ഈ ശ്രീകാന്തിൻ്റെ ഇതനുസരിച്ചിട്ട് വരുണിൻ്റെയും പുളിക്കലിൻ്റെയും കൊലപാതകത്തിൽ എനിക്കും പങ്കുണ്ട് സാർ. പക്ഷേ ചന്ദ്രശേഖറിൻ്റെയോ അല്ലെങ്കിൽ അനിയൻകുട്ടിയുടെയോ മരണത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല സാർ, എന്നെ വെറുതെ വിട്ടേക്കണം, എന്നെ കൊണ്ട് കഴിവില്ല, എന്നെ വെറുതെ വിടണം എന്നുള്ളത് നമ്മുടെ ഇൻസ്പെക്ടർ സാബു വരുണിൻ്റെ അടുത്ത് പറയണം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ ഈ 2 കേസിൽ, അതായത് MLA വാസവൻ മകൻ വരുണിൻ്റെയും പുളിക്കലിൻ്റെയും കൊലപാതകത്തിൽ ശ്രീകാന്തിൻ്റെ കൈകളാണ് എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ ശ്രീകാന്ത് ഇവരുടെ, അതായത് നമ്മുടെ വേദയുടെ മുത്തശ്ശൻ നൽകിയ ഒരു കമ്പനികളുണ്ടല്ലോ, ഈ കമ്പനിയുടെ എല്ലാം അവകാശം മൊത്തം നമ്മുടെ വേദയ്ക്കും വേദയുടെ ഭർത്താവിനും അവർക്കുണ്ടാകുന്ന കുഞ്ഞിനുമായിട്ടാണ് ആ വിൽപ്പത്രം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഈ കമ്പനിയിൽ വെച്ച് ശ്രീകാന്ത് കുറേ ആൾക്കാരുമായിട്ട്, അതായത് വലിയ വലിയ കമ്പനികളുമായിട്ട് ഒരു ടേംസിലെത്തേണ്ട എന്തൊക്കെയോ പുതിയ ഇതിനെക്കുറിച്ചൊക്കെ ടൈപ്പിനെ കുറിച്ചൊക്കെ അവരൊരു മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ശ്രീകാന്തിനെ കാണാനായിട്ട് വേദ ശങ്കരനാരായണൻ അവിടെ എത്തുകയാണ്. അങ്ങനെ അവിടെ എത്തുന്ന വേദയെ കണ്ട് ശ്രീകാന്ത് ഒരു നിമിഷം ഞെട്ടിത്തെറിക്കുകയാണ്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ എത്തുകയാണ്. അവിടെ അപ്പോൾ കുറേ ബിസിനസ്സുകാർ ഇരിക്കുകയാണ്. കാരണം ഈ കമ്പനിയുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് കോടികൾ ഉള്ള ഒരു ഡീലിങ്സ് ആയിരുന്നു ശ്രീകാന്ത് അവിടെ നടത്തിയിരുന്നത്. കാരണം ഇവരുടെയൊക്കെ മുന്നിൽ ശ്രീകാന്ത് പറഞ്ഞിരിക്കുന്ന ഈ കമ്പനിയെല്ലാം തൻ്റെ മാത്രമാണെന്നും അതിൻ്റെ പൂർണ്ണ അവകാശം തനിക്കാണ് എന്നുള്ള രീതിയിലാണ് ഇത്രയും നാൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ശ്രീകാന്ത് നടത്തിക്കൊണ്ട് വന്നത്. അങ്ങനെ അവിടെ എത്തുന്ന വേദ അവരുടെയൊക്കെ മുന്നിൽ പറയുന്നുണ്ട്, അതെ ഞാനാണ് ഈ കമ്പനികളുടെയൊക്കെ ആകെയുള്ള ഒരു ഓണർ എന്നുള്ള രീതിയിൽ പറയുന്നു. നിങ്ങളോ? അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നു, അപ്പോൾ ഇയാൾ ആരാണ് ശ്രീകാന്ത്? അത് ഈ കമ്പനി നടത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ കീഴിലുള്ള ഒരു തൊഴിലാളി മാത്രം. ശ്രീകാന്തിന് വല്ലാത്ത ദേഷ്യം പറയുന്നു. കാരണം ഇത്രയും വലിയൊരു മീറ്റിംഗ് ഇല്ലാണ്ടാക്കി കളഞ്ഞ കോടികളുടെ നഷ്ടമാണ് ശ്രീകാന്തിന് വരുന്നത്. ശ്രീകാന്തിന് അങ്ങോട്ട് ദേഷ്യം പറയണം. അപ്പോഴേക്കും വേദ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് തെളിവാണ് വേണ്ടത്? ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്, അതിൻ്റെ രേഖകളാണോ നിങ്ങൾക്ക് കാണേണ്ടത്? ഇത് എനിക്കും എൻ്റെ ഭർത്താവായ വിക്രമിനും എൻ്റെ കുഞ്ഞിനും മാത്രമേ ഇതിന് അവകാശമുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം, പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും ചിന്തിച്ചിട്ടില്ല എന്ന് തന്നെ വേദ പറയണം. അപ്പോൾ അവർ ആ ഇരിക്കുന്ന ആൾക്കാരൊക്കെ അതിശയിക്കുകയാണ് കേട്ടോ. വലിയ വലിയ ബിസിനസ്മാൻമാരാണ് ആ ഇരിക്കുന്നതൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു, ഇയാൾ ഇത്രയും നാളപ്പം ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കുകയായിരുന്നല്ലേ എന്ന് പറഞ്ഞു. വേദ അപ്പോൾ ശ്രീകാന്തിനെ നോക്ക് പുച്ഛത്തോടെ ഒന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അവർ വന്ന മീറ്റിങ്ങിന് വന്നവരൊക്കെ പറയുന്നുണ്ട്, എന്തായാലും മാഡം ഞങ്ങൾ മാഡത്തെ കോൺടാക്റ്റ് ചെയ്തോളാം, എന്തായാലും ഞങ്ങളിപ്പോൾ പോകാമെന്ന് പറഞ്ഞിട്ട് ആ വന്നവരൊക്കെ പോവുകയാണ്. ശ്രീകാന്തിന് സഹിക്കാൻ പറ്റുന്നില്ല, എത്രയോ കോടികളുടെ ഡീലിങ്സാണ് നീ തട്ടിമറിച്ചത് എന്ന് പറഞ്ഞ് വേദയെ തല്ലാനായിട്ട് ചെല്ലുന്നുണ്ടോ. അപ്പം വേദ പറയുന്നുണ്ട്, അതെ എൻ്റെ നേർക്ക് ഒരു കൈവിരൽ നിങ്ങൾ എൻ്റെ ദേഹത്തെങ്ങാനും പതിഞ്ഞ നിങ്ങൾക്കറിയാലോ എൻ്റെ പിന്നിലുള്ളത് ACP വരുൺ സാറാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടു നിന്നോണം. ഈ നിമിഷം ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങിക്കണം. ഇനി മേലിൽ ഈ കമ്പനിയിൽ നിങ്ങളുടെ കാലെടുത്ത് വെച്ച് പോകരുതെന്ന് വേദ ശങ്കരനാരായണൻ പറയണം കേട്ടോ. ഇത് കണ്ടിട്ട് എടി നീ എന്ത് കണ്ടിട്ടാണ് നിഗളിക്കുന്നത്? വിക്രമിനെ കണ്ടിട്ടോ? അവൻ്റെ ജീവൻ ഞാൻ ഇല്ലാണ്ടാക്കിയിട്ടല്ലണ്ട ഞാൻ അടങ്ങില്ലടി. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ കാണിച്ചോളാൻ പറയുകയാണ് വേദയും വിട്ടുകൊടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ശ്രീകാന്തിൻ്റെ ഏത് വെല്ലുവിളിയും നേരിടാൻ ഒരുമ്പിട്ട് തന്നെ വേദ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് അവിടെ നിന്ന് നാണം കെട്ട് വേദയും, അതായത് വിക്രമിനെയും വേദയും നിനക്കൊക്കെ ഉണ്ടായ ആ കുഞ്ഞിനെയും കൊന്നിട്ടല്ലാണ്ട് ശ്രീകാന്തിന് ഇനി ഉറക്കമില്ലടി എന്ന് പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് അവിടെ നിന്ന് പോണത് കേട്ടോ. ശ്രീകാന്തിന് ആകെ ഒരു ഇതായി. അങ്ങനെ ദർശനം വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ദർശൻ പറഞ്ഞു, വിഷമിക്കേണ്ട, നമുക്ക് എന്തായാലും
കേസ് പരമായിട്ട് മുന്നോട്ട് പോകാം, അവളെ അങ്ങനെ അങ്ങ് തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ എന്ന രീതിയിൽ ദൃശ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേദയുടെയും അതുപോലെ വേദയുടെ ഇതിൽ നിന്ന് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വേദ ചക്രവാണി സാറില്ലേ വക്കീല, ആ സാറുമായിട്ട് ആലോചിച്ചിട്ടാണ് അവിടെ നിന്ന് ആ സാറ് പറഞ്ഞനുസരിച്ചിട്ടാണ് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ കമ്പനിയിൽ വന്ന് ഇപ്പോൾ ശ്രീകാന്തുമായിട്ട് ഈ ഒരു സംസാരം വന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചക്രവാണി സാറ് ചെയ്തു കൊടുത്തായിരുന്നു വേദയ്ക്ക്. അപ്പം എല്ലാ ഭാഗത്തു നിന്നും വേദയ്ക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വേദ ശ്രീകാന്തിനെ 4 വശത്തു നിന്നും പൂട്ടാനുള്ള എല്ലാ തെളിവുകളും കണ്ടെത്തുകയാണ്. അപ്പം അതോടൊപ്പം വരുണിൻ്റേതായ രീതിയിൽ എല്ലാ കേസും, ഒരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ വരുൺ അത് തെളിയിച്ചിട്ടേ വരുണിന് വേറൊരു ഇതുള്ളൂ. അങ്ങനെ ശ്രീകാന്താണ് ഈ വരുൺ MLA വാസവൻ്റെ മകൻ വരുണിൻ്റെയും പുളിക്കലിൻ്റെയും മരണത്തിന് പിന്നിൽ എന്നുള്ളത് തെളിയുകയാണ്. അങ്ങനെ നമ്മുടെ ഇൻസ്പെക്ടർ സാബുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും മറ്റു പല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വരുൺ നേരിട്ട് വീട്ടിലെത്തുകയാണ്. ശ്രീകാന്തിൻ്റെ അടുത്ത് വരുന്നൊരു സീനാണ്. അപ്പം ഏകദേശം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ അപ്കമിങ് വിശേഷം പവിത്രം ഇന്നിപ്പോൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വിശേഷം നമുക്ക് നാളത്തെ അപ്കമിങ്ങിൽ പറയാം. അപ്പോൾ കൃത്യം 12 മണിക്ക് തന്നെ നമ്മളെ പവിത്രം അപ്കമിങ് വിശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര അപ്ലോഡ് ചെയ്തിട്ടുണ്ട് 6:30-ക്ക്. ഇനി ഉച്ചയ്ക്ക് 2:30-ക്ക് നമ്മുടെ കാറ്റത്തെ കിളിക്കൂടും ഞാൻ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ കേട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നല്ലൊരു ശുഭദിനം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ ബൈ.